സ്റ്റവ് ടോപ്പ് സ്റ്റോറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള മുറിയിറച്ചി ഫ്രൈ ആണ്, അതായത് ഓയിസ്റ്റർ. ഇതിനു വേണ്ടി നമ്മൾ മുറിയിറച്ചി എടുത്തിട്ടുണ്ട്. ഇത് ആദ്യം നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളം കളഞ്ഞു വെക്കണം. ഇനി ഇതിനകത്തേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിനേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ 2 സവാള, തക്കാളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്. ഇനി ഒരു പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ചേർത്ത് പൊട്ടിച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഇനി ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള 2 സവാളയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും ചേർത്ത് ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിന് ചില സ്ഥലത്ത് മുരിങ്ങിറച്ചി എന്നും പറയട്ടോ. അപ്പോൾ വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിനകത്തേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മസാലപ്പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ മസാലയുടെ ഒക്കെ ഒരു പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. 2 തക്കാളിയാണ്, 2 മീഡിയം സൈസ് തക്കാളിയാണ് ഞാൻ എടുത്തത്. തക്കാളി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്ന് വരണം. വേണമെങ്കിൽ നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുക കേട്ടോ. തക്കാളിയൊക്കെ വേഗം ഒന്ന് വഴന്ന് വരും. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മുടെ മുറിയിറച്ചി ചേർത്ത് കൊടുക്കുക. മുറിയിറച്ചി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മസാലയൊക്കെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇതിൽ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇതിൽ നിന്ന് തന്നെ വരുന്ന വെള്ളത്തിലാണ് ഇതൊന്ന് കുക്കായി വരേണ്ടത്. അതുകൊണ്ട് നമ്മളിതിന് തീരെ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ചോറിനും കപ്പയ്ക്കും ഒക്കെ സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണേ. നന്നായിട്ടൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക വേണ്ടത്. ഇനി നമുക്ക് വീണ്ടും ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ മുറിയിറച്ചിയിലെ വെള്ളമൊക്കെ കുറേശ്ശെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയൊക്കെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മുറിയിറച്ചിയൊക്കെ ഒന്ന് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.